മോളെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഏതെങ്കിലും ഒരു സുഗതൻ മേനോന് അമ്മാവന്റെ കേസുമായി കോടതിയിൽ പോകാൻ എന്താ ഭ്രാന്തുണ്ടോ? എനിക്ക് ഉറപ്പാ അയാളും നിങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്റെ പൊന്നു മോളെ, നീ ഞങ്ങളെ വിശ്വസിക്കണം. എത്ര ദിവസങ്ങളായെന്നറിയാമോ? ഇനി ഭാരം കൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. പക്ഷെ നമ്മളല്ലാതെ വേറെ ആരും ഇത് അറിയാനും പാടില്ല. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര വർഷമേടാ നമ്മളെല്ലാരും അവക്ക് ഇവിടെ തീ തിന്നാൻ തുടങ്ങിയിട്ട്. അല്ലേ സത്യം പറഞ്ഞിട്ടും നീ എന്താണ് ഇതുവരെ ഞങ്ങളോട് മറച്ചു വെച്ചത്? എവിടെയാ എന്റെ കുഞ്ഞുള്ളത്? നീ എന്താണ് പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്? എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. എനിക്കെന്റെ കുഞ്ഞിനെ കാണണോടാ. എനിക്ക് ഇപ്പൊ അമ്മ അവളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് താങ്ങാനുള്ള കരുത്ത് അമ്മയ്ക്ക് ഉണ്ടാവണം. അമ്മ വിചാരിക്കുന്ന പോലെ ഒരു സാഹചര്യത്തിലല്ല അവളിപ്പോ ഉള്ളത്. എന്താ? അവളിപ്പോ മറ്റൊരു പേരിൽ, മറ്റൊരു കുടുംബത്തിൽ, മറ്റൊരാളുടെ ഭാര്യയായിട്ടാ ജീവിക്കുന്നത്. ഈശ്വര, അർച്ചന, അർച്ചന, എന്താ നിങ്ങളെ കാണിച്ചേ? ആരാ നിങ്ങള്? ഇപ്പോ എല്ലാരും കൂടി ചേർന്ന് അവളെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ച കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അല്ലാതെ വേറെ വഴിയില്ല. എന്റെ മോനെ, അനിരുദ്ധൻ വധക്കേസിൽ അഡ്വക്കേറ്റ് ഗോകുൽരാജിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടു. 10 വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ അനിരുദ്ധൻ കൊല്ലപ്പെട്ടതാണെന്ന് ഈ അടുത്താണ് കണ്ടെത്തിയത്. ജിയോളജിക്കൽ വകുപ്പ് തെക്കേമല പാറമടയിൽ നടത്തിയ എക്സ്കവേഷനിൽ കിട്ടിയ അസ്ഥികൂടത്തിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഒടുവിൽ കൊല്ലപ്പെട്ടത് അനിരുദ്ധനാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഇപ്പോൾ സുഗതൻ മേനോൻ എന്ന വ്യക്തി കോടതിയിൽ നൽകിയ ഹർജിയിന്മേലാണ് അനിരുദ്ധന്റെ കേസ് വീണ്ടും ഉയർന്നു വരുന്നത്. എന്താ മൂർത്തി ഇത്? കുഴിച്ചു മൂടിയതൊക്കെ ആരാ വീണ്ടും കുത്തിപ്പൊളിച്ചെടുക്കുന്നത്? ആരാ ഈ സുഗതൻ? ഇയാളെന്തിനാ എന്റെ അമ്മാവന്റെ കേസ് കൊണ്ട് കോടതി പോയത്? ഓഫീസിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി കൊടുത്താ അവളത് ഭംഗിയായിട്ട് ചെയ്തോളും. ഇവിടെ ഇങ്ങനെ വെറുതെ താമസിക്കുന്നതിനേക്കാളും തിരിച്ച് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു എന്നൊരു തോന്നല് ഞങ്ങൾക്കും ഉണ്ടാവുമല്ലോ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടോണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. ആര്? തള്ളയും മോളും. അമ്മായി, കാഞ്ചനെ, അമ്മായി.
എല്ലാം അറിഞ്ഞോണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? മോൾ എന്തായി പറയുന്നേ? ആരാ ഈ സുഗതൻ മേനോൻ? നിങ്ങളുടെ ബന്ധുവാണോ? ഏത് സുഗതൻ മേനോൻ? എനിക്കങ്ങനെ ഒരു ബന്ധുവില്ല. ദേ കള്ളം പറയരുത്. ബന്ധു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തായൊക്കെ ബന്ധം? അമ്മ പറഞ്ഞ സത്യ, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. പിന്നെങ്ങനെയാ അയാൾ അമ്മാവന്റെ കേസുമായിട്ട് കോടതിയിൽ പോയത്? കേസോ? ഏത് കേസ്? മോളെ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഏതെങ്കിലും ഒരു സുഗതൻ മേനോന് അമ്മാവന്റെ കേസുമായി കോടതിയിൽ പോകാൻ എന്താ ഭ്രാന്തുണ്ടോ? എനിക്ക് ഉറപ്പാ അയാള് നിങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്റെ പൊന്നു മോളെ, നീ ഞങ്ങളെ വിശ്വസിക്കണം. ജീവിക്കാൻ ഒരു ഗതിയില്ലാഞ്ഞിട്ടാ ഞങ്ങൾ മോളുടെ കാല് പിടിക്കാൻ വന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയവന്റെ തലയിൽ ഇടുത്തി വീഴുള്ളൂ. എന്റെ ദൈവമേ, ആരാണോ ഈ ചതി ചെയ്തത്? സത്യോ ചേച്ചി, ഞങ്ങൾ പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. ഇങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. വിശ്വസിക്കണം ചേച്ചി, ഞങ്ങൾക്കിനി ചേച്ചി മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു മോളെ, ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇപ്പൊ ചത്തു കഴിഞ്ഞാലും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ മോളും കൂടി ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട ഞങ്ങളുടെ മുന്നിൽ ഇനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ. നിർത്ത. ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞാൽ രണ്ടിനെയും ജീവനോടെ കുഴിച്ചുമൂടും. നിന്ന് മോങ്ങാതെ പൊക്കോ. മാഡം, ഇവർക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ആ CI രാജീവ് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. എനിക്കൊരാളെ ഒന്ന് വിളിക്കണം. എന്താ വന്തിക? കൺഗ്രാറ്റ്സ്. എന്തിന്? ആ, ഇപ്പൊ TV കണ്ട വാർത്തയാണോ? അത് ഞാൻ മുമ്പേ അറിഞ്ഞതാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഗൂഗിളിൽ ഒന്ന് കാണണം. ഞാനവിടെ വീട്ടിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് വന്നാൽ മതി. വാലിന് തീ പിടിച്ച പോലെ ഒരാളിപ്പിങ്ങ് പാഞ്ഞു വരും. ആര്? അവന്തിക.